സോഫ്റ്റ് ടിഷ്യൂ കവറിനെ കുറിച്ച് മാഡം പറഞ്ഞു. സോഫ്റ്റ് ടിഷ്യൂ കവർ നമുക്കറിയാം, ഒരു ചെറിയൊരു മുറിവാണെങ്കിൽ നമുക്ക് തുന്നിക്കെട്ടാൻ പറ്റും. പക്ഷെ പലപ്പോഴും അങ്ങനെ നമ്മൾ പ്രിഡിക്റ്റബിൾ പാറ്റേണിലല്ലോ ഇഞ്ചുറി വരിക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു എല്ലൊടിഞ്ഞു, ആ ഭാഗത്ത് സ്കിന്നും മസിലും ഒക്കെ പോവും, ടിഷ്യൂ ലോസ് എന്ന് പറയും. അവിടെ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് തുന്നിക്കെട്ടാൻ നമുക്കൊന്നും ഇല്ല, അവിടെ എല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഓർത്തോപെഡിക് സർജൻ ഹെൽപ്ലെസ് ആണ്. കാരണം വേറെ സ്ഥലത്തുനിന്ന് സ്കിന്ന് മസില് ട്രാൻസ്പോർട്ട് ചെയ്ത് അത് കവർ ചെയ്യണം. എല്ല് എക്സ്പോസ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ദ ബെസ്റ്റ് കവർ ഫോർ ബോൺ ഈസ് സ്കിൻ. ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഏറ്റവും നല്ല കവർ ഡ്രസ്സിങ് അല്ല, സ്കിന്നാണ്. ആ സ്കിന്നില്ല, അവൈലബിൾ അല്ല. ഓർത്തോപെഡിക് സർജൻ ഒന്നും ചെയ്യാനില്ല. ഒരു കവർ ഇല്ലാണ്ട് നമ്മൾ ബോൺ ഫിക്സ് ചെയ്ത് വെച്ചിട്ടൊരു കാര്യമില്ല. അത് പിന്നീട് അത് ഇൻഫെക്റ്റഡ് ആവുക അല്ലെങ്കിൽ ബോൺ സർവൈവ് ചെയ്യാനെന്നല്ലേ. പല ഹോസ്പിറ്റലിലും 24/7 പ്ലാസ്റ്റിക് സർജറി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു പോളിട്രോമ, ഒരു ഹൈ വെലോസിറ്റി ഇഞ്ചുറി വന്നാൽ ഓർത്തോപെഡിക് സർജൻ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ആ ലിംബിനെ എങ്ങനെയും സ്റ്റെബിലൈസ് ചെയ്ത് പിന്നീട് പ്ലാസ്റ്റിക് സർജനെ സീനിലേക്ക് കൊണ്ടുവരിക. ഇനി പ്ലാസ്റ്റിക് സർജറി അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുണ്ട്. അവിടെയും ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു കോമൺ പാറ്റേൺ, ഇൻഫാക്ട് ഞങ്ങളൊരു പ്ലാറ്റ്ഫോം ആവാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് റീസണും അതാണ്. ആ പാറ്റേൺ എന്താ വെച്ചാൽ, ആസ് യു സെഡ് ഏർലിയർ, ട്രോമ എന്ന് പറഞ്ഞാൽ അത് ഓർത്തോപെഡിക് സർജറിയാണ്. അത് കാഷ്വാലിറ്റിയിൽ മാനേജ് ചെയ്യേണ്ടത് ഓർത്തോപെഡിക് സർജനാണ്. ഞങ്ങൾ മാനേജ് ചെയ്തിട്ടേ വേറെ ആരും മാനേജ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കുള്ളൂ. അത് അങ്ങനത്തെ ഒരു പാറ്റേൺ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പ്ലാസ്റ്റിക് സർജറി അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലാണെങ്കിൽ പോലും ഇനീഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് ഓർത്തോപെഡിക് സർജനാണ്. എന്നിട്ട് സെക്കൻഡ് ഡേയോ തേർഡ് ഡേയോ ആണ് മിക്കതും ഡോക്ടർ ബോബിയെ പോലത്തെ പ്ലാസ്റ്റിക് സർജൻ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് വരും. കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ട്രോമ കേസ് വരികയാണ്, ഒരു എല്ല് പൊട്ടി ഒരു ഫ്രാക്ചർ കേസ് വരികയാണ്. അപ്പോൾ അതിന് നമ്മൾ കവർ ചെയ്യാൻ നമ്മൾ ഫ്ലാപ്പ് പ്രൊസീജിയേഴ്സ് എന്ന് പറയും. അതായത് ദശയെടുത്ത് കവർ ചെയ്യുക, ബോൺ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ബോണിനെ കവർ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്. അത് നമുക്ക് ഐഡിയലായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ സപ്പോസ് ഒരു ഓർത്തോപെഡിഷ്യൻ ബോൺ ഫിക്സ് ചെയ്യുന്ന രീതി, അവർ പാസ് ചെയ്യുന്ന പിൻസും കാര്യങ്ങളും ഒക്കെ ഫിക്സ് ചെയ്യുന്നത് ഈ ഫ്ലാപ്പിന്റെ സർക്കുലേഷൻ ബാധിക്കുന്ന രീതിയിലാണെങ്കിൽ ആ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ ദ പേഷ്യൻറ്റ് പോവുകയാണ് അവിടെ. പിന്നെ ഈ 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ പിന്നെയുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഐഡിയൽ ഓപ്ഷൻസ് ഒക്കെ പോവാണ്, എക്സോസ്റ്റഡ് ആയി പോവാണ്. ഒരു സോഫ്റ്റ് ടിഷ്യൂ കവറിന് ഇവർക്കൊരു പ്ലാൻ എ ബി സി ഉണ്ടാവും. അതെ, അതിൽ പ്ലാൻ എ ആയിരിക്കും ബെസ്റ്റ്. ആ ബെസ്റ്റ് ഓപ്ഷൻ ഒരു ഇനീഷ്യൽ മാനേജ്മെന്റ് ഒരു പ്ലാൻഡ് അല്ലെങ്കിൽ ഇവർക്ക് ആ പ്ലാൻ എ നഷ്ടപ്പെട്ടു. പ്ലാസ്റ്റിക് സർജൻസ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇനീഷ്യൽ ഫേസിൽ തന്നെ നമുക്ക് ആ ഓർത്തോപെഡിഷ്യൻ ആയിട്ട് ഒരു ഡിസ്കഷൻ വന്നിരുന്നെങ്കിൽ നമ്മൾ വിചാരിച്ചിരുന്നു മുമ്പ്. ഇനീഷ്യലി ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ആ ഫിക്സേഷൻ ഇങ്ങോട്ട് മാറ്റായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ മെത്തേഡ് ഓഫ് ഫിക്സേഷൻ മാറ്റാമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫിക്സേഷൻ്റെ ടൈം തന്നെ വേണമെങ്കിൽ മാറ്റാമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫിക്സേഷനും ഇവരുടെ പ്ലാസ്റ്റിക് സർജറി പ്രൊസീജിയേഴ്സ് നമുക്ക് സൈമൾട്ടേനിയസ്ലി കപ്പിൾ ചെയ്ത് ചെയ്യാമായിരുന്നു. ഇങ്ങനെ ഒരുപാട് റിഗ്രറ്റ്സ് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. ആ ഒരു സംഭവം പ്ലാസ്റ്റിക് സർജറിയും ഓർത്തും ഉള്ള ഹോസ്പിറ്റലിൽ പോലും നടക്കുന്ന സംഭവമാണ്. കാരണം നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ല വർക്ക് ചെയ്യുന്നു. ഒരാൾ വർക്ക് ചെയ്യുന്നു, പിന്നെ 2, 3, 4 ദിവസം കഴിഞ്ഞ് നമ്മൾ റെഫറൻസ് കൊടുക്കുന്നു, ആ റെഫറൻസ് അനുസരിച്ച് പ്ലാസ്റ്റിക് സർജറി വരുന്നു. അപ്പോൾ അതൊക്കെ ഒരു കമ്പൈൻഡ് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ഓർത്തോ സൈമൾട്ടേനിയസ്ലി ആണ് പേഷ്യൻ്റെ അടുത്ത് പോകുന്നത്. ഡിലേ ഇൻ ട്രീറ്റ്മെൻറ്റ് വരില്ല എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും ഒപ്റ്റിമലായിട്ട് ഇവർക്ക് ചെയ്യേണ്ട കാര്യത്തിനെ ഒപ്റ്റിമൈസ് ചെയ്ത് ഞങ്ങൾ നിൽക്കും. അവിടെ കോംപ്രമൈസ് വരുന്നില്ല.